ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളെ കുറിച്ചിട്ടാണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടുള്ള ഓർഗനൈസേഷനാണ്. അപ്പോൾ 7ാം ക്ലാസ് പാസ്സാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിലായി വിളിച്ചെടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. രജിസ്റ്റേർഡ് ഓഫീസ് പറഞ്ഞിട്ടുണ്ട് 14/130 കോട്ടയം സൗത്ത് PO കൊടിമത, കോട്ടയം, കേരള 686-013. പിന്നെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ പറയുന്നുണ്ട് OP/PD/2024/02. 12/12/2024 വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൊല്ലത്തുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ പ്ലാന്റേഷൻ കൊല്ലം ഇരൂരിൽ ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 179 ഡേയ്സിൻ്റെ ഒരു കോൺട്രാക്ട് ബേസിലാണ് ഈ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളും എന്താണ്, സാലറിയും കാര്യങ്ങളും എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ വേക്കൻസി വിളിച്ചുള്ളത് പ്ലാന്റ് ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത, അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓപ്പറേഷനിലും പ്രൊഡക്ഷനിലൊക്കെ ആയിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് വേക്കൻസി, പ്രതീക്ഷിക്കുന്ന വേക്കൻസി 7 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് 27,609 രൂപയാണ്. അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ളത് JCB ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ്. മിനിമം ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് പാസ്സാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹെവി ഗുഡ്സും ഹെവി പാസഞ്ചറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എക്സ്കവേറ്റേഴ്സ് ഓടിക്കാനുള്ള ലൈസൻസ്, അതായത് JCB ഗ്രൈനൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ അതിലും 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. റോഡിലൊക്കെ ഓടിച്ച്, അതേപോലെ തന്നെ ഗവൺമെൻറ് കാര്യങ്ങളിലൊക്കെ ഉള്ള ഓർഗനൈസേഷനിലൊക്കെ ഓടിച്ചുള്ള പരിചയം വേണമെന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറയുന്നത്. പ്രതീക്ഷിത ഒഴിവ് 2 പറഞ്ഞിട്ടുള്ളത്. 27,609 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ളത് ഫിറ്റർ എന്ന പോസ്റ്റിലേക്കാണ്. ITI സർട്ടിഫിക്കറ്റ്, ഫിറ്റർ എന്ന ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. VHSയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്യുപ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ മെഷീൻസിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങൾ ചെയ്യാനും അസംബ്ലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനും 3 വർഷത്തുള്ള പരിചയം വേണമെന്ന് പറയുന്നുണ്ട്. അടുത്ത ഫിറ്റർ മെക്കാനിക് എന്ന പോസ്റ്റിലേക്കാണ്. ITI സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡിൽ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത VHSയിൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മെഷീൻസിൻ്റെ ഓപ്പറേഷനും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള 3 വർഷം എക്സ്പീരിയൻസ് വേണം. അതായത് മെഷീൻ ഷേപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വെൽഡർ എന്ന പോസ്റ്റിലേക്കാണ്. ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 19,207 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി വെൽഡർ എന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ സ്പെഷ്യൽ ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് വേണം, അതായത് വെൽഡിംഗ് എന്ന ട്രേഡിൽ, അല്ലെങ്കിൽ അതിന് തുല്യമായ VHS യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പ്രഷർ പ്രോസസ്സ്, അതേപോലെ തന്നെ പ്രഷർ വെസൽസ്, ക്രിട്ടിക്കൽ കമ്പോണൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള 3 വർഷത്തെ നോളജ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുള്ള 3 വേക്കൻസിയാണ് പ്രതീക്ഷിത ഒഴിവ്. 19,207 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. വാലിഡ് ആയിട്ടുള്ള വയർമാൻ ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രജിസ്റ്റേർഡ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് 2 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. 19,207 രൂപയാണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത വെബ്രിഡ്ജ് ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ്. ക്വാളിഫിക്കേഷൻ SLC ആണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തെ ഡ്യൂറേഷനുള്ള കോഴ്സാണ്. അത് ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന്, ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിന്നുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് 2 വർഷത്തുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വേക്കൻസിയാണ്. 19,207 സാലറി പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ITI സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ ട്രേഡിന്, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. മെഡിക്കൽ ഫീൽഡിൽ ഏതെങ്കിലും റെപ്യൂട്ടഡായ ഓർഗനൈസേഷനിൽ നിന്ന് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 25 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 18,726 രൂപയാണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ബോയിലർ അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ITI ഫിറ്റർ ട്രേഡിൽ, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. ബോയിലർ അറ്റൻഡൻറ്റിൽ 2 സെക്കൻഡ് ക്ലാസ്സുള്ള ഒരു കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഒഴിവുകളാണ്. 18,200
46 രൂപയാണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് കവിയണം, അതേപോലെ തന്നെ 36 വയസ്സിന് താഴെയായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. 1/1/2024 കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളുണ്ടാവും. പിന്നെ 179 ദിവസത്തേക്കുള്ള ഒരു ടെമ്പററി കോൺട്രാക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. കൊല്ലം ജില്ലയിലെ ഏരൂർ എസ്റ്റേറ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഏത് ലൊക്കേഷനിലും വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മുടെ ബയോഡേറ്റ മറ്റു കാര്യങ്ങളൊക്കെ അത് ഫില്ല് ചെയ്യണം. കൂടെ നമ്മുടെ ബയോഡേറ്റ, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സിൻ്റെ എഡ്യൂക്കേഷൻ കോപ്പീസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ്, പിന്നെ നമ്മൾ നോൺ ക്രിമി സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ പുറത്ത് ആ പോസ്റ്റിൻ്റെ പേരും കാര്യങ്ങളും നമ്മൾ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ മേലെ പറയുന്ന ഈ അഡ്രസ്സിലേക്ക് അയക്കണം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് കോട്ടയത്താണ്. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമെയിൽ വഴി അയക്കുന്ന ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.